ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ 2 വായനകളും മറ്റുള്ളവരെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ പറഞ്ഞു വെക്കുന്നത് പോലെ ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവിടുത്തെ സ്നേഹിച്ചു എന്ന് സ്നേഹം എന്നത് ഒരു വികാരം മാത്രമല്ല, മറിച്ച് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ. ഒരു പ്രകാശത്തിൻ്റെ രശ്മി നമ്മിലേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ അത് ആ പ്രകാശരശ്മി അവിടെ നിന്ന് റിഫ്ലക്റ്റായി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സ്നേഹം എന്നതും അപ്രകാരമായിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അതിരുകടന്ന് സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള സ്നേഹമാണ്. സ്നേഹം എന്നത് ഒതുക്കി വെക്കാനുള്ള ഒരു വസ്തുവല്ല, അത് പകർന്നു നൽകുവാനുള്ള ഒരു ഇടമാണ് സ്നേഹം എന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തൻ്റെ സ്ഥലമായ നസ്രത്തിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ സിനഗോഗിൽ പഠിപ്പിക്കുന്നുണ്ട്. യേശു പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന് ഇന്നലെ എന്നില്ല, നാളെ എന്നില്ല, എല്ലാം ഇന്നാണ്. ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ ഒരു സ്വപ്നം മാത്രമാണ്. ഉറപ്പുള്ളത് ഇന്നാണ്, ഈ ദിനം. ദൈവത്തിന് എല്ലാം ഉറപ്പുള്ള കാര്യം മാത്രമാണ് ദൈവം ചെയ്യുക എന്നത്. അതിനാലാണ് ഈശോ പറഞ്ഞത്, നീ കേട്ടിരിക്കെ ഇത് ഇന്ന് നിറവേറിയിരിക്കുന്നു എന്ന്. യേശു പഠിപ്പിച്ചത് എന്നത് വലിയ കാര്യമൊന്നുമല്ല, ദരിദ്രരെ സഹായിക്കാനും ബധിരരെ മോചിപ്പിക്കാനുമാണ്. എളിമയുടെ വഴി. സ്നേഹം നിറഞ്ഞ എൻ്റെ ചങ്ങാതി, നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടവരാണ്. ഈ ജീവിതയാത്രയിൽ മറ്റുള്ളവരുടെ കരം പിടിച്ച് അവരെ സഹായിക്കാൻ, തെറ്റിലേക്ക് വീണുപോയവരെ ഉയർത്താൻ, തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, അങ്ങനെ എത്ര കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്തു തീർക്കുമ്പോൾ ഈ ജീവിതം എന്നത് പോരാതെ വരും. എൻ്റെ കൂടപ്പിറപ്പേ, ഉള്ള ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സഹായമായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.